ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കേട്ടറ്റ് പരീക്ഷ കുറച്ച് ടഫാണെന്നൊക്കെ ചില അധ്യാപകരൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഈ പ്രായത്തിൽ ഈ പരീക്ഷയൊന്നും എഴുതി ഇനി ജോലി തുടരാൻ പറ്റൂല എന്നാണ് പല അധ്യാപകരും പറയുന്നത്. സംഭവം ശരിയാണ്. 2028 ഓഗസ്റ്റ് ആകുമ്പോഴേക്കും കേട്ടറ്റ് ഇതേപടി പോവുകയാണെങ്കിൽ കേട്ടറ്റ് യോഗ്യത നേടാത്ത 1,00,000-ഓളം അധ്യാപകർ സംസ്ഥാനത്തുണ്ടാകും. അവർ അയോഗ്യരാവുകയും ചെയ്യും 2028 ഓഗസ്റ്റ് 31. അപ്പോൾ അതിനു മുമ്പ് ഇവരെ കേട്ടറ്റ് പരീക്ഷ എഴുതിപ്പിച്ച് യോഗ്യരാക്കണം. അതിനുവേണ്ടി ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു വിചിത്ര നീക്കം. 2 വർഷത്തിനിടെ 10-ലധികം പരീക്ഷ നടത്തി കേട്ടിട്ട് ഇവരെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കാനാണ് ആലോചന നടക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതി ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ വിചിത്രമായ നീക്കം നടക്കുന്നത്. കേട്ടിട്ട് പാസ്സാവാതെ പഠിപ്പിക്കുന്ന 50,000-ഓളം അധ്യാപകരിൽ ബഹുഭൂരിപക്ഷവും എയ്ഡഡ് സ്കൂളുകളിലാണ് നിലവിൽ പഠിപ്പിക്കുന്നത് എന്നുള്ളതും പ്രത്യേകതയാണ്. TV പ്രസാദുണ്ട്. TV പ്രസാദ്, 1,00,000-ഓളം അധ്യാപകരിൽ നല്ലൊരു ഭാഗവും എയ്ഡഡ് കോളേജിലെ അധ്യാപകരാണ്, എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരാണ്. അപ്പോൾ എയ്ഡഡ് സ്കൂളിലെ ഈ അധ്യാപകരെ പ്രത്യേകം സഹായിക്കുന്നതിന് വേണ്ടിയാണോ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ നിർദ്ദേശം? എങ്ങനെയെങ്കിലും പാസ്സാക്കി കൊടുത്തേക്കാം എന്നതാണോ തീരുമാനം? ഉറപ്പായും അരുൺ, അങ്ങനെ തന്നെയാണ്. ഇതിനെക്കുറിച്ച് ഒന്ന് ചോദിക്കുന്നതിന് വേണ്ടി ഈ രംഗത്തെ വിദഗ്ധരായ ചില ആളുകളോട് രാവിലെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി അരുൺ പൊട്ടിച്ചിരിപ്പിക്കുന്നതായിരുന്നു. അതായത് ഇതിലും നല്ലത് നിങ്ങളെല്ലാം ജയിച്ചു എന്ന് പ്രഖ്യാപിച്ചോ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്നാണ് അവരെല്ലാം പറഞ്ഞത്. ശരിയുമാണത്. അതായത് നേരത്തെ വർഷത്തിൽ 1 അരുൺ പരീക്ഷ, അത് പിന്നീട് 2 മാറ്റി. ഈ വർഷവും അതുപോലെ കഴിഞ്ഞ വർഷവും 3 പരീക്ഷകൾ നടത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ സുപ്രീം കോടതി വിധി വന്നു. 2028 ഓഗസ്റ്റ് 31 മുമ്പ് കേട്ടറ്റ് പാസ്സായില്ലെങ്കിൽ അവർ അയോഗ്യരാണ് എന്ന ഉത്തരവ് വന്നതോടുകൂടിയാണ് ധൃതി പിടിച്ച് ഈ നീക്കം തുടങ്ങിയത്. ധൃതി പിടിച്ച നീക്കത്തിന് പിന്നിൽ നേരത്തെ അരുൺ പറഞ്ഞത് തന്നെയാണ് പോയിന്റ്. ഈ 1,00,000-ലധികം വരുന്ന അധ്യാപകരിൽ ബഹുഭൂരിപക്ഷവും 95% എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും അരുൺ. അവരെല്ലാവരും എയ്ഡഡ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നവരാണ്. നമുക്കറിയാവുന്നതുപോലെ PSC പരീക്ഷ പഠിച്ച് പാസ്സായി അധ്യാപകരല്ല അവരൊന്നും. അവർ എയ്ഡഡ് മാനേജ്മെൻറ്റുകൾ വഴി അധ്യാപകരായി പ്രവേശിച്ചവരാണ്. അവർക്ക് വേണ്ടിയാണ് ഈ വഴിവിട്ട നീക്കം നടത്തുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ചട്ടപ്രകാരം നടത്താൻ പറ്റുമോ എന്ന കാര്യം KER പറയുന്നത് 3 പരീക്ഷകൾ വരെ നടത്താം എന്നുള്ളതാണ്. ഒന്നുകൂടി അന്വേഷിക്കുമ്പോൾ പറയുന്നത് സ്പെഷ്യലായി പരീക്ഷ നടത്താം. സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇവർക്ക് വേണ്ടി മാത്രം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ ചട്ടവിരുദ്ധമാണോ അല്ലയോ എന്ന കാര്യത്തിൽ നമ്മളിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇതിലൊരു പ്രശ്നമുള്ളത്, ഇങ്ങനെ പരീക്ഷ നടത്തി ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം എന്തിനാണ് വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നത് എന്നതാണ്. എന്തിനാണ് അങ്ങനെ ഒരു നീക്കത്തിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ പഠിച്ച് പാസ്സാവാത്ത അധ്യാപകരെ എന്തിനാണ് വീണ്ടും കുട്ടികളെ പഠിപ്പിക്കാൻ അനുവദിക്കുന്നത് എന്ന ചോദ്യം വളരെ ഗുരുതരമായി സമൂഹത്തിൽ ഉയർന്നു വരുന്നതിനിടയിലാണ് അരുൺ ഇങ്ങനെ ഒരു നീക്കം സർക്കാർ നടത്തുന്നത്. 2 അല്ലെങ്കിൽ 3 നടത്തുന്ന പരീക്ഷയാണ് ഈ വരുന്ന 2 വർഷങ്ങളിൽ 5 വീതമോ അതിലേറെയോ നടത്തി ഇവരെ എല്ലാവരെയും ജയിപ്പിച്ച് നമ്മുടെ നാട്ടിലെ യഥാർത്ഥ അധ്യാപകരാക്കാനുള്ള നീക്കം നടത്തുന്നത് അരുൺ. ഓക്കെ, താങ്ക് യു TV പ്രസാദ്. നമ്മൾ ഓൾ പാസ് എന്ന് കേട്ടിട്ടുള്ളേ ഉള്ളൂ. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഓൾ പാസ് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ മാത്രമല്ല അധ്യാപകരുടെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നു എന്നാണ്. കേട്ടറ്റ് പരീക്ഷയിൽ പരമാവധി ജയിപ്പിച്ചു വിടുക എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിനു വേണ്ടിയുള്ള നീക്കമാണ് വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നത്. കേട്ടറ്റ് പരീക്ഷയിൽ എങ്ങനെയെങ്കിലും എഴുതി പാസ്സാവണം എന്നുള്ളതാണ്. കേട്ടറ്റ് പരീക്ഷ എഴുതി യോഗ്യരല്ലാത്ത അധ്യാപകർ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കും.